ചേട്ടൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ എവിടേക്കാ പോകേണ്ടതെന്ന്. മാള് തിരിഞ്ഞ് അവനെ നോക്കി ചോദിച്ചു. എനിക്ക് പോകേണ്ടത് രുദ്രയുടെ വീട്ടിലേക്കാ. അത് ജപ്തി നോട്ടീസ് ഒട്ടിച്ച് സീല് വെച്ചിരിക്കുക ബാങ്കുകാര്. കച്ചവടം ഇതുവരെയും ആവാത്തത് കൊണ്ട് പൂട്ടിയിട്ടേക്കുക. അകത്ത് കയറാൻ എന്തേലും മാർഗമുള്ളതായി അറിയാമോ നിങ്ങൾക്ക്? അതിൻ്റെ താക്കോൽ മെമ്പർ സുകുമാരൻ എന്ന് പറയുന്ന ആളെയാ ഏൽപ്പിച്ചിരിക്കുന്നേ. വീട് വാങ്ങാൻ വരുന്നവർക്ക് മാത്രം തുറന്നു കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അയാളാണെങ്കിൽ ഒരു മുരടനാ. ഞങ്ങൾ ചോദിച്ച ഒട്ടും തരില്ല. ചേട്ടൻ വീട് വാങ്ങാൻ വേണ്ടി നോക്കാൻ വന്നതെന്ന് പറഞ്ഞാൽ തരും. ആളുടെ വീട് എവിടെയാ? ഇവിടെ അടുത്താണോ? രുദ്ര ചേച്ചിയുടെ വീടിൻ്റെ തൊട്ടടുത്താ. പറഞ്ഞു വരുമ്പോൾ രാവിലെ നമ്മൾ കണ്ട അശ്വിൻ ചേട്ടനില്ലേ, അങ്ങേരുടെ മാമനായിയാൾ. നിങ്ങൾ വാ, ഞാൻ എന്തിനാണോ വന്നത് അത് നടന്നിട്ടേ പോകുന്നുള്ളൂ. അത്രയും പറഞ്ഞ് ബദ്രി നടക്കുമ്പോൾ ബദ്രിയുടെ കൂടെ അവരും മുന്നോട്ട് നടന്നു. മെമ്പർ സുകുമാരനോട് വീട് വാങ്ങാൻ വന്നതാണ് ബദ്രി എന്ന് പറഞ്ഞതും അയാൾ വേഗം തന്നെ രുദ്രയുടെ വീടിൻ്റെ താക്കോൽ അവനെ ഏൽപ്പിച്ചു. അയാളും കൂടെ വരണോ എന്ന് ചോദിച്ചതും അവൻ വേണ്ടെന്ന് പറഞ്ഞു. അവരെയും കൊണ്ട് രുദ്രയുടെ വീട്ടിലേക്ക് നടന്നു. മുന്നിലെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ മുല്ലപ്പൂവിൻ്റെയും ചെമ്പകത്തിൻ്റെയും വാസന അവൻ്റെ മൂക്കിലേക്ക് ഒരുമിച്ച് തുളച്ചു കയറി. അവൻ നോക്കുമ്പോൾ മുന്നിലെ ചെറിയ മാവിൽ പടർത്തിയിട്ടിരിക്കുന്ന മുല്ല നിറച്ച പൂക്കൾ, നാളത്തേക്ക് വിരിയാനായി മുട്ടിട്ട് നിൽക്കുന്ന മുല്ലമുട്ടുകളും നിറയെ അവയ്ക്കിടയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. റോസ, പിച്ചി, ചെമ്പരത്തി, തുളസി, അങ്ങനെ ഒരുപാട് ചെടികൾ നിറഞ്ഞു നിൽപ്പുണ്ട്. ഇടയ്ക്കിടെ ചില ചെടികൾ നിറയെ വെള്ളം കിട്ടാതെ വാടിക്കരിഞ്ഞു നിൽപ്പുണ്ട്. ബദ്രി അവിടെയൊക്കെ നോക്കി നിൽക്കുന്നത് കണ്ടതും കാർത്തു പറഞ്ഞു, ഇതൊക്കെ രുദ്ര ചേച്ചിയുടെ പണിയാ. ഇതിലും കൂടുതൽ ചെടികൾ ഉണ്ടായിരുന്നു. കുറെ ഭവാനി മാമി എടുത്ത് ഞങ്ങൾക്കൊക്കെ തന്നു. ചേച്ചി ഉണ്ടായിരുന്നുവെങ്കിൽ ഇതൊന്നും ഇങ്ങനെ ആവില്ലായിരുന്നു. ബദ്രി അതിന് മൂളിക്കൊണ്ട് മുന്നിലെ ആ വീടൊന്ന് നോക്കി. ഓടും ടെറസും കൂടെ മിക്സായി വരുന്ന വീട്. മുന്നിൽ നിന്നും നോക്കുമ്പോൾ ടെറസിട്ട വീട് എന്ന് തോന്നുമെങ്കിലും പിന്നിലേക്ക് അങ്ങനെയല്ലായിരുന്നു. ഫുള്ള് ഓടിട്ട കെട്ടിടം. ഭവാനി മാമിയുടെ വീടിൻ്റെ അത്രയും തന്നെ വലിപ്പമേ ഉള്ളൂ എങ്കിലും അവിടത്തേക്കാൾ ഒരുപാട് ഭംഗി തോന്നി രുദ്രയുടെ വീടിന്. ബദ്രി കാലിലെ ഷൂ പുറത്തഴിച്ചിട്ട് അകത്തേക്ക് കയറി. തുറന്നിട്ട് സിറ്റ് ഔട്ടിലേക്ക് ബദ്രി കയറിയതും ഇളം തണുത്ത കാറ്റ് വന്ന് തലോടിപ്പോയിരുന്നു. കുറച്ചു മുന്നിൽ കണ്ട ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അവന് പിന്നാലെ അവരും ചെന്നിരുന്നു. ഹോളിലേക്ക് കയറിയതും അവൻ വേഗം അവിടുത്തെ ലൈറ്റ് ഓണാക്കി. ഇരുട്ടുമാറി പ്രകാശം വന്നതും അവൻ അവിടെ മൊത്തത്തിൽ ഒന്ന് നോക്കി. വലിയ ഹോള്, ഒരു സൈഡിൽ ഊണ് മേശയും 3 ചെയറും കിടപ്പുണ്ട്. അതിന് കുറച്ചുമാറി ഒരു ടിവിയും കുഞ്ഞു സോഫയും. 2 സൈഡിലായി 4 റൂമുകൾ. അതിലൊന്ന് പൂജാമുറി ആയിരുന്നു. ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിലെ നിലവിളക്ക് കത്തിച്ചിട്ട് ഒരുപാട് നാളായെന്ന് കണ്ടാൽ തന്നെ അറിയാം. അതുപോലെ തന്നെ ഭഗവാന് ചാത്തിയ മാല അതുപോലെ വാടിക്കരിഞ്ഞ് തന്നെ കിടപ്പുണ്ടായിരുന്നു. ബദ്രി അതിനുശേഷം അതിൻ്റെ അടുത്തുള്ള റൂമിലേക്ക് ചെന്നു. അവിടെ ചുമരിൽ രുദ്രയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നടുക്ക് രുദ്ര ഇരിക്കുന്ന കുഞ്ഞു ഫോട്ടോ ചുമരിൽ സ്ഥാനം പിടിച്ചിരുന്നു. ബദ്രി വേഗം അത് മാറ്റിയ ശേഷം അതിൽ അവളുടെ അച്ഛനെയും അമ്മയെയും നോക്കി. പിന്നെ അവർക്കിടയിൽ 2 വശത്തും മുടി പിന്നിട്ട് രുദ്രയുടെ ഫോട്ടോ കണ്ടതും ബദ്രി അതിലേക്ക് തന്നെ ഏറെ നേരം നോക്കിയിരുന്നു. പിന്നെ ആ ഫോട്ടോ അതേപോലെ ആ ചുമരിൽ തന്നെ തൂക്കിയ ശേഷം പിന്നിലേക്ക് തിരിയുമ്പോൾ അവനെ നോക്കി മാളു പറഞ്ഞു, ഇത് രുദ്ര ചേച്ചിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും മുറിയാ ചേട്ടാ. അപ്പോൾ രുദ്രയുടേത്? ബദ്രി അത് ചോദിക്കുമ്പോൾ അവർ അതിന് ഓപ്പോസിറ്റുള്ള റൂമിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ചെന്ന് കയറുമ്പോൾ തന്നെ സൈഡിലായി ഒരു കുഞ്ഞു മേശയും ചെയറും കിടക്കുന്നതാണ് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിൻ്റെ പുറത്ത് കുറച്ച് ബുക്സ് ഇരിപ്പുണ്ടായിരുന്നു. മിക്കതും പല നോവലുകളുമായിരുന്നു. അവൻ അതൊക്കെ ഒന്ന് തുറന്നു നോക്കിയ ശേഷം അവിടെ വെക്കുമ്പോൾ അവൻ്റെ കൈ തട്ടി അറിയാതെ ഒരു ബുക്ക് താഴെ വീണു. അതിൽ നിന്നും അശ്വിൻ്റെ ഒരു ഫോട്ടോയും പുറത്തേക്ക് വീണു. അതിൻ്റെ പുറകിലായി എന്തോ എഴുതിയിരിക്കുന്നത് കണ്ടതും ബദ്രി അതെന്താണെന്ന് വായിച്ചു നോക്കി. എന്നെ വിട്ടു പോകാതെ ഇരുന്നൂടെ കിച്ച നിനക്ക്. എനിക്കൊന്ന് പറയാനുണ്ടായിരുന്നവരെല്ലാം എന്നെ തനിച്ചാക്കി പോയി. ഇപ്പം കിച്ചനും എന്നെ വേണ്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ ചങ്ക് പിടയുക. പ്ലീസ് കിച്ച, തിരിച്ചു വാ. അത് കണ്ടപ്പോൾ എന്തോ ബദ്രിയുടെ നിയന്ത്രണം വിട്ടു പോകുന്നത് പോലെ തോന്നി. അവൻ ദേഷ്യത്തിൽ ആ ഫോട്ടോ കയ്യിൽ വെച്ച് ചുരുട്ടിക്കൂട്ടി. എന്തോ ഇരുമ്പ് പെട്ടി തുറക്കുന്ന സൗണ്ട് കേട്ട് ബദ്രി തിരിയുമ്പോൾ കണ്ടു രുദ്രയുടെ കട്ടിലിൻ്റെ അടിയിൽ നിന്നും ഒരു ഇരുമ്പ് പെട്ടി 3 ആളും കൂടെ പ്രയാസപ്പെട്ട് പൊക്കിയെടുത്ത് ആ ബെഡിലായി വെച്ചിരിക്കുന്നത്. അവൻ വരുമ്പോൾ അതിൽ നിന്ന് ഓരോന്നായി അവർ പുറത്തേക്കെടുത്തിരുന്നു. മിക്കതും രുദ്രയ്ക്ക് അശ്വിൻ എഴുതിയ പ്രണയലേഖനങ്ങളായിരുന്നു. അവനതെല്ലാം ചുരുട്ടിക്കൂട്ടി നിലത്തിട്ടു. അതിനുശേഷം ആളുവിനെ നോക്കി പറഞ്ഞു, കുറച്ച് പെട്രോളോ മണ്ണെണ്ണയോ കിട്ടുമോ? എന്തിനാ ചേട്ടാ? ഒരാവശ്യമുണ്ടെന്ന് കൂട്ടിക്കോ. മണ്ണെണ്ണ ചിലപ്പോൾ ഇവിടുത്തെ അടുക്കളയിൽ തന്നെ കാണും. ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാം. മാളു അത് പറഞ്ഞു പോകുമ്പോൾ കാത്തുവും അല്ലയും അവൾക്ക് പിന്നാലെ തന്നെ പോയിരുന്നു. ബദ്രി വീണ്ടും അതിൽ ഓരോന്ന് നോക്കുമ്പോൾ അവൻ്റെ കയ്യിലൊരു ഫോട്ടോ തടഞ്ഞു.
അത് വേറെ ആരുടെയും ആയിരുന്നില്ല, നമ്മുടെ രുദ്രയുടേതായിരുന്നു. കുറച്ചു മുൻപ് അവളുടെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം മുടി 2 സൈഡിൽ പിന്നിയിട്ട് കൊണ്ട് അതേ ഡ്രസ്സിലുള്ള അവളുടെ മാത്രം ഫോട്ടോ അവനത് കയ്യിലേക്ക് എടുത്തു നോക്കി. ഇപ്പോഴുള്ള രുദ്രയിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ടായിരുന്നു ആ ഫോട്ടോയിൽ അവളെ കാണാൻ. ബദ്രി വേഗം ആ ഫോട്ടോ എടുത്ത് അവൻ്റെ ജാക്കറ്റിലെ സൈഡിലുള്ള പോക്കറ്റിലേക്ക് ഇട്ടു. അപ്പോഴേക്കൊരു കൊച്ചു കുപ്പിയിൽ മണ്ണെണ്ണയും തീപ്പെട്ടിയുമായി അവർ 3 വന്നിരുന്നു. ബദ്രി വേഗം നിലത്തെറിഞ്ഞ് അതെല്ലാം ആ ഇരുമ്പ് പെട്ടിയിലിട്ട ശേഷം അതിനെ തൂക്കിയെടുത്ത് അടുക്കള വശത്തേക്ക് പുറത്തേക്ക് വന്നതിന് ശേഷം അവിടെ നിലത്തായിട്ട് അതിനുശേഷം അലിയുടെ കയ്യിലിരുന്ന മണ്ണെണ്ണ ഇരുമ്പ് പെട്ടിയിലും അതിനകത്തു കിടന്ന പേപ്പറിലും മറ്റും ഒഴിച്ച് ശേഷം അതിലേക്ക് തീ പകർന്നിട്ടു. അത് ആളിക്കത്താൻ തുടങ്ങി. അവൻ്റെ ചുണ്ടിൽ പുച്ഛത്തോടെയുള്ളൊരു ചിരിയുണ്ടായിരുന്നു. നീ ഇങ്ങോട്ട് മാറിയേ, ഞാൻ അഴിച്ചു കെട്ടിക്കോളാം ക്രാവിനെ. വേണ്ട, ഇത് കുഞ്ഞല്ലേ, ഞാൻ അഴിച്ചു കെട്ടിക്കോളാം മാമി ചെല്ല്. എൻ്റെ പെണ്ണെ, അത് കുഞ്ഞാണെങ്കിലും ഭയങ്കര കുരുത്തക്കേടാ, എൻ്റെ കയ്യിലേ നിൽക്കില്ല, പിന്നെയാ നിൻ്റേല്. അതെ, അച്ഛനും അമ്മയും ഉണ്ടായിരുന്നപ്പോൾ അവിടെയും ഇതുപോലെ 2 കിടാവുണ്ടായിരുന്നതാ മാമി, അറിയുന്നതല്ലേ. അതിനാരാ നോക്കിയിരുന്നേ? ഈ ഞാനല്ലേ. അതുകൊണ്ട് ഇതിനെ നോക്കാനും എനിക്കറിയാം. അത്രയും പറഞ്ഞ് ഭവാനി ബാക്ക് സൈഡിലുള്ള പറമ്പിൽ കെട്ടിയിരുന്ന പശുക്കിടാവിനെ അഴിച്ച് രുദ്ര തൊഴുത്തിൽ കെട്ടാൻ വേണ്ടി മുന്നോട്ട് നടന്നതും രുദ്രയുടെ കയ്യിൽ മുറുകിയ കയറിനെ പിന്നോട്ട് വലിച്ചുകൊണ്ട് പശുക്കിടാവ് ഓടി. പെട്ടെന്നായതുകൊണ്ട് രുദ്ര അമ്മയെന്ന് വിളിച്ച് നിലത്തേക്ക് വീണു. രുദ്രയുടെ വിളി കേട്ട് അങ്ങോട്ടേക്ക് ഭവാനി വരുമ്പോൾ നിലത്ത് നടുങ്കുത്തി വീണ് കിടക്കുന്ന രുദ്രയെയാണ് കണ്ടത്. അയ്യോ മോളെ. ഭവാനി ഓടി വന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ആഞ്ഞതും അവൾ നടുവിനെ കുത്തിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അയ്യോ മാമി, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേ പറഞ്ഞതല്ലേ വേണ്ടാത്ത പണിക്ക് പോകല്ലെന്ന്. എന്നിട്ടിപ്പോൾ എന്തായി? നന്നായി ദേഹം നൊന്ത് കിട്ടിയപ്പോൾ സമാധാനമായോ നിനക്ക്? അത്രയും പറഞ്ഞ് ഭവാനി ഒരുവിധം അവളെ പിടിച്ച് ഹാളിൽ കൊണ്ടുവന്നിരുത്തുമ്പോഴും നടുവിന് താങ്ങി അവൾ കരയാൻ തുടങ്ങി. ഭവാനി അവളുടെ സാരി കുറച്ചു മാറ്റി ഇടുപ്പിൽ നോക്കുമ്പോൾ അവിടെ നന്നായി ചുവന്ന് കല്ലിച്ചു കിടപ്പുണ്ടായിരുന്നു. ഇതെന്തായാലും എണ്ണയിട്ട് തിരുമാതെ മാറുന്നു തോന്നുന്നില്ല. ഇല്ലെങ്കിൽ വേദന കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും. തൽക്കാലം നിന്നെ റൂമിൽ കിടത്താം ഞാൻ. അപ്പുറത്ത് സുലോചനയുടെ കയ്യിൽ തൈലം കാണും, ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. അത്രയും പറഞ്ഞ് ഭവാനി അവളെ റൂമിൽ കിടത്തി പുറത്തേക്ക് വരുമ്പോഴും രുദ്രവേദന കൊണ്ട് കരയുന്നുണ്ടായിരുന്നു. വേദന സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ അവൾ തലയണയിൽ മുഖം പൂഴ്ത്തി വെച്ച് കൈകൾ കൊണ്ട് ബെഡിൽ ഞെരിച്ചുകൊണ്ടിരുന്നു. വീടൊക്കെ കണ്ട് രുദ്രയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കല്ലയറിലൊക്കെ പോയി കുറച്ചു നേരം നിന്ന് തൊഴുകൈയോടെ കൂപ്പി കുറച്ചു നേരം നിന്ന ശേഷം താക്കോൽ തിരികെ മെമ്പറെ ഏൽപ്പിച്ച് മടങ്ങുമ്പോൾ ബദ്രി ബാങ്കുകാരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറും അയാളിൽ നിന്നും വാങ്ങിയിരുന്നു. ഏട്ടനെന്തിനാ ബാങ്കുകാരുടെ നമ്പർ വാങ്ങിയേ? മാള് ചോദിച്ചു. ഞാൻ ഈ വീട് നിങ്ങളുടെ രുദ്ര ചേച്ചിയുടെ പേരിൽ വാങ്ങാൻ പോകുക. സത്യമായും? 3 പേരും ഒരുപോലെ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് അവനോട് ചോദിച്ചു. സത്യം, ഞാൻ ഈ വീട് അവളുടെ പേരിൽ തന്നെ വാങ്ങാൻ പോകുക. എങ്കിൽ ചേച്ചിക്ക് ഇതറിയുമ്പോൾ ഒത്തിരി സന്തോഷാവും. തൽക്കാലം നിങ്ങളുടെ ചേച്ചി അറിയണ്ട, ഞാൻ പറയുമ്പോൾ ഇത് അവളോട് പറഞ്ഞാൽ മതി. അതുവരെ ഇത് സീക്രട്ട്. ഓക്കെ? ഓക്കെ ഏട്ടാ. ഇനി നിങ്ങളെ കൊണ്ട് എനിക്ക് മറ്റൊരാവശ്യം കൂടെയുണ്ട്. അതിന് അവളെ ഒഴിവാക്കി നിങ്ങളെയും കൂട്ടി വന്നത് തന്നെ. ഭദ്ര അത് പറയുമ്പോൾ 3 എന്തെന്നുള്ള രീതിയിൽ അവനെ നോക്കി. എനിക്ക് ആകാശിനെ നാളെ ഇവിടെ എൻ്റെ മുന്നിൽ കിട്ടണം. അതിന് നിങ്ങളുടെ ഹെൽപ്പ് എനിക്ക് വേണം. അയാളൊരു ദുഷ്ടനാ ചേട്ടാ, എന്തിനും മടിക്കാത്തയാൾ. എനിക്ക് അങ്ങനെയുള്ളവരെ വലിയ ഇഷ്ടമാ. അത് പറഞ്ഞ് ഭദ്ര അവരെ നോക്കി ഒന്ന് ചിരിച്ചു. ചേട്ടൻ അയാളെ ശരിക്കും അറിയാഞ്ഞിട്ടാ. അയാൾക്ക് കുറേ കൂട്ടുകാരുണ്ട്, എല്ലാം അയാളെ പോലെ തന്നെ എന്തിനും മടിക്കാത്ത ദുഷ്ടന്മാരാ. എന്നെ അവർക്കും ശരിക്കും അറിയില്ല. ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ പലർക്കും ഞാൻ ആരെന്ന് അറിയിക്കാൻ വേണ്ടി തന്നെയാ. ഇവിടുന്ന് പോകും മുൻപ് അവൻ ആകാശിനെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ട് വേണം പോകാൻ. അതുകൊണ്ട് തന്നെ അവനെ എനിക്ക് കയ്യിൽ കിട്ടിയേ പറ്റൂ. അതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേട്ടാ? അല്ലി അവനെ നോക്കി ചോദിച്ചു. ഭവാനി ആൻറ്റിയുടെ ഫോണിൽ നിന്നും ആൻറ്റി അറിയാതെ ഞാൻ അവൻ്റെ നമ്പർ എടുത്തു. ഞാൻ എൻ്റെ ഫോണിൽ നിന്നും അവനെ വിളിച്ചു തരും. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ സംസാരിച്ചാൽ മതി. പിന്നെ അവനോട് പറയേണ്ടത് എന്തെന്ന് വെച്ചാൽ രുദ്ര ചേച്ചി വന്നു എന്നും ചേച്ചിക്കൊപ്പം ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ഒരാളും വന്നിട്ടുണ്ടെന്നും അവർ ആകാശേട്ടൻ്റെ വീട്ടിലാണ് താമസമെന്നും നാളെ വൈകുന്നേരം അവർ തിരിച്ചു പോകുമെന്നും പറയണം. അപ്പോൾ അത് കേട്ടയുടൻ അയാളും ഫ്രണ്ട്സും ഇങ്ങ് വരില്ലേ പ്രശ്നം ഉണ്ടാക്കാൻ? വരണമല്ലോ. അവൻ വരാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വിളിക്കുന്നത്. ചേച്ചി അയാൾ ഉപദ്രവിച്ചാലോ? അതിന് ഞാൻ ഇവിടെ ഇല്ലേ? ഞാനുള്ളപ്പോൾ അവളെ ഒന്ന് നുള്ളി നോവിക്കാൻ കൂടെ അവനെന്നല്ല ആരെയും സമ്മതിക്കില്ല. ഇനി അഥവാ അവളെ എങ്ങാനും അവൻ നുള്ളി നോവിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, പിന്നെ അവൻ 2 കാലിൽ നിന്ന് ജീവിക്കില്ല. പാമ്പിനെ പോലെ ഇഴഞ്ഞു ജീവിക്കേണ്ടി വരും. ആ ഗതിയാകും ഞാൻ അവൻക്ക് കൊടുക്കുന്ന ശിക്ഷ.
ചേട്ടനെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. ചേട്ടനുണ്ടെങ്കിൽ ഞങ്ങളുടെ രുദ്ര ചേച്ചിക്കൊന്നും തന്നെ സംഭവിക്കില്ല എന്ന് ഉറപ്പുണ്ട്. നാളെ രാവിലെ ഞാനൊരു മീറ്റിംഗ് ആവശ്യമായി പോകും. ഉച്ചയ്ക്ക് മുൻപായി വരും. ഞാൻ വരും മുൻപ് അവനെത്തിയ എൻ്റെ നമ്പർ നിങ്ങളെ ഏൽപ്പിക്കും. അപ്പോൾ തന്നെ വിളിച്ചു പറയണം. പോരാത്തതിന് മൂന്നാളും ഞാൻ വരും വരെ ഇവിടെ അവൾക്കൊപ്പം തന്നെ ഉണ്ടാവുകയും വേണം. മൂന്നും ബദ്രി അവരെ നോക്കി അത് പറയുമ്പോൾ ഒരുമിച്ച് അതേന്ന് തലയാട്ടി. എങ്കിൽ സംസാരിക്ക്. അത്രയും പറഞ്ഞ ആകാശിൻ്റെ നമ്പർ ഡയൽ ചെയ്ത് കൊടുക്കുമ്പോൾ കാത്തു വാങ്ങി ബദ്രി പറഞ്ഞതുപോലെ തന്നെ അവനോട് പറഞ്ഞു. ഫോൺ കട്ടാക്കി ബദ്രിയുടെ നേരെ നീട്ടുമ്പോൾ അവൻ്റെ ചുണ്ടിലൊരു വിജയചിരി ഉണ്ടായിരുന്നു. എന്നാൽ ഇതേ സമയം കയ്യിലിരുന്ന മദ്യക്കുപ്പി അവിടെയുള്ള പാറക്കല്ലിൽ ദേഷ്യത്തിൽ അടിച്ചു പൊട്ടിച്ച ശേഷം ആകാശ് അലറി. എൻ്റെ കൂടെയല്ലാതെ ഒരുത്തൻ്റെ കൂടെയും സന്തോഷത്തോടെ നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല. ഞാൻ കൊല്ലും. ഞാൻ നിന്നെയും അവനെയും, നിനക്കൊക്കെ കൂട്ടുനിൽക്കുന്നതിൻ്റെ തള്ളയെയും. ഞാൻ വരുവാ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ. ബദ്രി വരുമ്പോൾ ഭവാനി രുദ്രയുടെ മുറിയിലേക്ക് ഒരു കുപ്പിയിൽ എണ്ണയുമായി പോകാൻ നിൽക്കുകയായിരുന്നു. ആൻറ്റി എന്താ എണ്ണയ്ക്കായിട്ട് നിൽക്കുന്നേ? മോളൊന്ന് വീണു, അതും നടുവുളുക്കി. നല്ല വേദനയുണ്ട് ആൾക്ക്. ഇടിച്ച ഭാഗം നന്നായി കല്ലിച്ച് കിടക്കുക. എണ്ണയിട്ട് നന്നായി തടവില്ലെങ്കിൽ വേദന കൂടുകയേ ഉള്ളൂ. എങ്ങനെ വീണേ അവൾ? ബദ്രി അത് ചോദിക്കുമ്പോൾ ഭവാനി കുറച്ചു മുൻപ് നടന്നതൊക്കെ അവനോട് പറഞ്ഞു. തൽക്കാലം ആൻറ്റി അതങ്ങ് തന്നേ, ഞാനിട്ട് കൊടുത്തോളാം അവൾക്ക്. അത് പറയുമ്പോൾ ഭവാനി സ്നേഹത്തോട് അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ആ കുപ്പി ബദ്രിയെ ഏൽപ്പിച്ചു. ബദ്രി ഡോർ ലോക്ക് ചെയ്ത് അകത്ത് വരുമ്പോൾ രുദ്ര ബെഡിൽ മുഖം പൊഴുത്തി കരഞ്ഞുകൊണ്ടിരുന്നു. വേദന കടിച്ചമർത്താൻ നോക്കുന്നുണ്ട്. അവൻ അവളുടെ അടുത്ത് വന്നിട്ടും അവൾ അറിഞ്ഞിരുന്നില്ല. അവൾ അതേ കിടപ്പ് കിടന്നു. ബദ്രി മെല്ലെ അവളുടെ ഇടുപ്പിൻ്റെ അടുത്തുള്ള സാരി അല്പം ഒതുക്കി വെക്കുമ്പോൾ തന്നെ കണ്ട് അവിടെ ചുവന്ന് കല്ലിച്ചു കിടക്കുന്ന വീർത്ത പാട് അവൻ മെല്ലെ അതിൽ അവൻ്റെ കൈകൾ കൊണ്ട് തലോടി. ഭവാനി മാമി ആയിരിക്കുമെന്ന് കരുതി അവൾ തിരിഞ്ഞു നോക്കാതെ അതേ കിടപ്പ് കിടന്നു. ബദ്രി കുപ്പിയിൽ നിന്നും കുറച്ച് എണ്ണയെടുത്ത് അവിടെ പുരട്ടുമ്പോൾ അവൻ്റെ ചുണ്ടുകളും അവിടെ ചേർത്ത് വെക്കാൻ വല്ലാത്ത മോഹം തോന്നി അവന്. ആദ്യം മെല്ലെ തടവിയെങ്കിലും പിന്നെ ബദ്രി അവിടെ ഇറുക്കെ പിടിച്ച് ഒറ്റ തിരിച്ചിലായിരുന്നു. രുദ്രവേദന കൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റ് ബദ്രിയെ വട്ടം ചുറ്റി. എന്നിട്ട് കരയാൻ തുടങ്ങി. ബദ്രി വീണ്ടും അതേ ഇരുപ്പിൽ വീണ്ടും ഒന്നുകൂടെ തടവിക്കൊണ്ട് അവിടെ പിടിച്ചു തിരിക്കുമ്പോൾ ഇപ്രാവശ്യം അവൾ കൂടുതൽ അവനെ അള്ളി പിടിച്ചിരുന്നു. അപ്പോഴാണ് ശരിക്കും ഭവാനിയല്ല ബദ്രിയാണെന്ന് മനസ്സിലായത്. അവൾ അവനിൽ നിന്ന് പിടഞ്ഞു മാറിയെങ്കിലും വേദന സഹിക്കാതെ കരഞ്ഞുകൊണ്ടേയിരുന്നു. താൻ ഇങ്ങനെ കരയാതെ ഒരു പ്രാവശ്യം കൂടെ ഇതുപോലെ തിരുമ്മിയാലേ ഈ വേദന പൂർണ്ണമായും മാറും. ഇല്ല, വേണ്ട, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഏട്ടാ. ഞാൻ മരിച്ചു പോകും പോലെ തോന്നുക. അത് താനെ മാറുന്നെങ്കിൽ മാറട്ടെ, തിരുമ്മണ്ട. തിരുമ്മിയില്ലെങ്കിൽ വേദന കൂടും പെണ്ണെ. മര്യാദക്കിരിക്കു നീ. നിന്റെ കൂടെ ഞാനില്ലേ. ഒരു പ്രാവശ്യം കൂടി വേദന സഹിച്ചാൽ മതി. പിന്നെ ഒന്ന് നന്നായി ഉറങ്ങി എണീക്കുമ്പോൾ ഇതെല്ലാം മാറും. വേണ്ട, ഞാൻ ഈ വേദന സഹിച്ചോളാം. പറയുന്ന കേൾക്ക്, നീ മര്യാദക്കിരിക്ക്. പിന്നീടായാൽ ഇതിനേക്കാൾ വേദനയാവും. സാരമില്ല, ഞാൻ സഹിച്ചോളാം. ഈ ചെറിയ വേദന പോലും സഹിക്കാൻ വയ്യ. അപ്പോഴാണ് അവളുടെ മറ്റേടത്തെ ഡയലോഗ്. ബദ്രി എത്ര പറഞ്ഞിട്ടും രുദ്ര സമ്മതിക്കില്ലെന്ന് കണ്ടതും ബദ്രി അവളുടെ ഇടുപ്പിൽ ശക്തിയായി പിടിച്ചു തിരിക്കുന്നതിനൊപ്പം തന്നെ രുദ്രയുടെ ചുണ്ടുകളെയും അവൻ സ്വന്തമാക്കിയിരുന്നു. രുദ്ര അവനെ ഊക്കോടെ കൂടെ അള്ളിപ്പിടിച്ചു. ബദ്രി അവളിലെ ഇടുപ്പിലെ പിടിച്ച പിടി മുറുകുന്നതിനോടൊപ്പം തന്നെ അവളുടെ ചുണ്ടുകളിലേക്ക് ശക്തിയായി തന്നെ ആഴ്ന്നിറങ്ങി. വല്ലാത്തൊരനുഭൂതി രണ്ടാളിലും മുട്ടിട്ടു തുടങ്ങി. അവളുടെ ഓരോ ഇതളും അവൻ ആവേശത്തോടെ തന്നെ നുണഞ്ഞുകൊണ്ടിരുന്നു. ആദ്യമായി അറിയുന്ന അവളിലെ ചുണ്ടിലെ സ്വാദിൽ അവൻ അടിമപ്പെട്ടു പോയിരുന്നു. ഒപ്പം രുദ്രയും. വല്ലാത്തൊരു മധുരം തോന്നിയവന്. അവൻ വീണ്ടും വീണ്ടും അവളുടെ ചുണ്ടുകളെ ആവേശത്തോടെ തന്നെ രുചിച്ചുകൊണ്ടിരുന്നു. രുദ്ര അവൻ്റെ ചുംബനം ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ബദ്രി അവളുടെ കീഴ്ചുണ്ടും മേൽചുണ്ടും മാറി മാറി നുണഞ്ഞു. പൂവിൽ നിന്നും വണ്ട് തേൻ കുടിക്കുന്നത് പോലെ മൃദുലമായ അവളുടെ ആദരങ്ങൾ അവൻ അതിതീവ്രമായി അവളെ വേദനിപ്പിക്കാത്ത രീതിയിൽ നുണഞ്ഞുകൊണ്ടിരുന്നു. ഒപ്പം രുദ്ര അവനിൽ മുറുക്കെ പിടിച്ച പിടി താനെ അഴിഞ്ഞു പോയിരുന്നു. ഏറെ നേരത്തെ ചുംബനത്തിന് ശേഷം അവൻ അവളിൽ നിന്നും അടർന്നു മാറിയതും രുദ്രകിതപ്പോടെ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. ബദ്രി അവളെ ഇറുക്കെ ചേർത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, ഇപ്പോൾ വേദന മാറിയോ പെണ്ണേ? എന്നാൽ അവൻ ചോദിച്ചതിന് ഉത്തരം പോലും പറയാൻ കഴിയാതെ അവൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടന്നുകൊണ്ട് കിതക്കുകയായിരുന്നു രുദ്ര ആ നിമിഷം.